ബേസിൽ ജോസഫ് മലയാളികൾക്ക് പ്രിയപ്പെട്ട അഭിനേതാവ്, സംവിധായകൻ ഒക്കെയാണ്. അതിരടി എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തും അദ്ദേഹം കൈവച്ചു കഴിഞ്ഞു. ഇതിനെല്ലാത്തിനും പുറമെ ഇൻ്റർവ്യൂസിലായാലും ആളുടെ വീഡിയോസിലായാലും വളരെ ഫൺ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ബേസിൽ. ബേസിലിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ആരാധക വൃന്ദം തന്നെയുണ്ട്, ബേസിൽ ഫാൻസ്. അഭിനയത്തിൻ്റെ കാര്യമായാലും സംവിധാനത്തിൻ്റെ കാര്യമായാലും വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ബേസിൽ കാഴ്ചവെക്കാറ്. പിന്നെ എങ്ങനെ ഫാൻസ് കൂടാതിരിക്കും അല്ലേ? കാര്യത്തിലേക്ക് വരാം. ബേസിൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു തൊപ്പിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. പിന്നാലെ സോഷ്യൽ മീഡിയ ഒന്നിളകി. സിനിമാ ചർച്ചകളിൽ അത് സജീവമായി. ബേസിൽ ഉടൻ തന്നെ അല്ലു അർജുനുമായി ഒരു സിനിമ ചെയ്യുന്നുണ്ട് എന്നുള്ള റൂമേഴ്സ് ഇടയ്ക്ക് പറഞ്ഞു കേട്ടിരുന്നു. അല്ലു അർജുൻ്റെ സഹോദരൻ അല്ലു സിരിഷിൻ്റെ വിവാഹ ചടങ്ങിന് ബേസിൽ എത്തിയതിൻ്റെ വിഷ്വൽസ് പുറത്തു വന്നതിന് പിന്നാലെയാണ് അല്ലുവിനെ നായകനാക്കി ബേസിൽ ഒരു സിനിമ ഒരുക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ശക്തിപ്പെട്ടത്. ഇപ്പോൾ ബേസിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോ ഈ റിപ്പോർട്ട് സത്യമായിരിക്കുമെന്ന് ആരാധകരെ കൊണ്ട് വീണ്ടും ചിന്തിപ്പിച്ചിരിക്കുകയാണ്. ഐക്കൺ എന്നെഴുതിയ ഒരു തൊപ്പിയുടെ ചിത്രമാണ് ബേസിൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇതിലെങ്ങനെ സിനിമയുമായി ബന്ധം വരാൻ എന്നല്ലേ? അല്ലു അർജുനെ ആരാധകർ വിളിക്കുന്ന പേരാണ് ഐക്കൺ സ്റ്റാർ എന്നത്. അപ്പോൾ ഐക്കൺ എന്നെഴുതിയ തൊപ്പിയുടെ ഫോട്ടോ പങ്കുവച്ചാൽ അത് നൽകുന്ന ക്ലൂ എന്തായിരിക്കും? ഇങ്ങനെയാണ് ആരാധകരും ചിന്തിച്ചത്. അല്ലു അർജുൻ ബേസിൽ ജോസഫ് സിനിമ സത്യമാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ആരാധകരിപ്പോൾ. ഈ ചിത്രത്തെ ചുറ്റിപ്പറ്റി മറ്റു ചില വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. ബോളിവുഡിൽ രൺവീർ സിംഗിനെ നായകനാക്കി ചെയ്യാനിരുന്ന ശക്തിമാൻ എന്ന സിനിമയാണ് അല്ലുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി ബേസിൽ ഒരുക്കുന്നത് എന്നാണ് സൂചന. അല്ലു ബേസിൽ സിനിമ വരുമെന്ന് സൂചന നൽകിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരഭിമുഖത്തിൽ ധ്യാൻ ശ്രീനിവാസൻ ബേസിലിൻ്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അടുത്ത വർഷം ബേസിൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. മലയാളത്തിലല്ല എന്നു മാത്രം പറയാം എന്നായിരുന്നു ധ്യാൻ സസ്പെൻസ് ഇട്ട് അന്ന് പറഞ്ഞു വെച്ചത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അത് സംഭവിക്കും എന്നു തന്നെ കരുതേണ്ടി വരും. 3 സിനിമകളാണ് ബേസിലിൻ്റെ സംവിധാനത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. 2015 കുഞ്ഞിരാമായണത്തിൽ തുടങ്ങി, പിന്നീട് 2017 ഗോദ, ഒടുവിലായി മലയാളത്തിലെ സൂപ്പർ ഹീറോ സിനിമ 2021 പുറത്തിറങ്ങി മിന്നൽ മുരളി. ഓരോ സിനിമയും ഒന്നിനൊന്ന് മെച്ചമായിരുന്നുവെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. മിന്നൽ മുരളി പോലൊരു എക്സ്ട്രാ ഓർഡിനറി സിനിമയ്ക്ക് ശേഷം ഇനി ബേസിലെത്തുന്നത് അതുക്കും മേലെയായിരിക്കുമെങ്കിൽ ഉറപ്പായും അല്ലു അർജുനുമായി ഒരു കോംബോ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെയൊക്കെ കളിച്ച് ചിരിച്ച് നടക്കുമ്പോഴും വളരെ എക്സൈറ്റഡ് ആയൊരു കരിയർ ഗ്രോത്ത് അവകാശപ്പെടാനാകുന്ന കലാകാരനാണ് ബേസിൽ. അഭിനയത്തിൽ തമിഴിലൊക്കെ എൻട്രി നടത്തിക്കഴിഞ്ഞ ബേസിൽ ഇനി സംവിധാനത്തിൽ മലയാളവും കടന്ന് ഐക്കൺ സ്റ്റാറിനൊപ്പം ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടെത്തി മലയാളികൾക്ക് അഭിമാനമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.